നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചൂടേറുന്നു. വാക്പോരുമായി നേതാക്കൾ. RSS ബന്ധം ആരോപിച്ചുള്ള VD സതീശന്റെ പ്രസ്താവന ശുദ്ധ അസംബന്ധമെന്ന് മുഖ്യമന്ത്രി. വോട്ടിനായി രാഷ്ട്രീയ ചരിത്രം കാണിക്കില്ലെന്ന് പിണറായി വിജയൻ. ഇരട്ടച്ചങ്കനല്ല ഇരട്ടത്താപ്പനെന്ന് പിണറായി എന്നും മോദിയുടെ അനിയനാണ് കേരളം ഭരിക്കുന്നതെന്നും VD സതീശൻ. ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് അധികാരത്തിലെത്തുന്ന EMSന്റെ നയമാണ് പിണറായി വിജയനെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. സർക്കാരിനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല. സഹകരണ വകുപ്പിൽ 700 കോടിയുടെ അഴിമതിയെന്ന ആരോപണം. അഴിമതി സഹകരണ സംഘങ്ങൾക്കായി പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന പദ്ധതിയിലെന്ന് ചെന്നിത്തല. ഇന്ധനവില വർധനവ് നേരിടാൻ കേന്ദ്ര സർക്കാർ നടപടി. പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി 10 രൂപ കുറച്ചു. ഡീസലിന്റെ എക്സൈസ് തീരുവ ഒഴിവാക്കി. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചാൽ നടപടി. സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം. ലോക്ക്ഡൌൺ ഇല്ലെന്നും പ്രചാരണം തെറ്റെന്നും കേന്ദ്ര സർക്കാർ. ഹോട്ടലുകൾക്ക് ആശ്വാസമായി കൂടുതൽ വാണിജ്യ സിലിണ്ടറുകൾ എത്തിത്തുടങ്ങി. വിവാഹിതനായ പുരുഷൻ പ്രായപൂർത്തിയായ മറ്റൊരു സ്ത്രീക്കൊപ്പം ജീവിക്കുന്നത് കുറ്റകരമല്ലെന്ന് അലഹാബാദ് ഹൈക്കോടതി. വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹിക ധാർമ്മികതയും രണ്ടാണെന്ന് കോടതി. മോഹൻലാലിന് ആശ്വാസം. വ്യക്തിയവകാശങ്ങൾ ലംഘിക്കുന്ന സോഷ്യൽ മീഡിയ ലിങ്കുകൾ നീക്കണമെന്ന ആവശ്യം അംഗീകരിച്ചു ഡൽഹി ഹൈക്കോടതി. ലിങ്കുകൾ നീക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം. RSS ബാന്ധവ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും VD സതീശനില്ലെന്ന് കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണമെന്ന് മുഖ്യമന്ത്രി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VD സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. 1977 കണ്ണൂരിലെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചു നോക്കണമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആരായിരുന്നു അവിടെ RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്? അക്കാലത്താണല്ലോ ഇവരുടെ മുൻ പ്രസിഡന്റ് പിന്നീട് വെളിപ്പെടുത്തിയത് താനാണ് RSS ശാഖയ്ക്ക് സംരക്ഷണം നൽകിയതെന്നും അതിന് ആളുകളെ അയച്ചതെന്നും അത് മാർക്സിസ്റ്റുകാരിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹമൊക്കെ കൂടി പ്രസിഡന്റാക്കിയ ആളായിരുന്നല്ലോ. അതായിരുന്നു കണ്ണൂരിന്റെ അവസ്ഥയെന്ന് K സുധാകരനെ പരോക്ഷമായി പരാമർശിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ RSS എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്ത് നുണയും അവതരിപ്പിക്കാം. നുണയാണല്ലോ ഇപ്പോൾ പ്രധാനമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു സ്ഥാനം ആരായിരുന്നു സ്ഥാനാർത്ഥി? കോൺഗ്രസ്സുകാരായിരുന്നു. RSSന്റെ ജില്ലാ കാര്യമാണ്. ഇങ്ങനെ നാണം കെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ഇതെല്ലാം ചെയ്ത് നമ്മുടെ നാടിന് മുന്നിൽ കാണിച്ചു വരും. ഞങ്ങൾക്ക് ആ പണിയില്ല. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. B. ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശം നാടിനെ മതവിദ്വേഷത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസനവും സാമൂഹ്യനീതിയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തൃശൂർ. 4 വോട്ടിന് വേണ്ടി എന്ത് നിലപാടും സ്വീകരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭൂരിപക്ഷ പ്രീണനമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ പാർട്ടി സെക്രട്ടറി സ്വാഗതം ചെയ്തപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല എന്ന് നുണ പറഞ്ഞത് പിണറായി വിജയനാണെന്നും VD സതീശൻ പറഞ്ഞു. ഭയമാണ് ഏകാധിപതികളെ നയിക്കുന്നതെന്നും നരേന്ദ്രമോദിയുടെ അനിയനാണ് കേരളം ഭരിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ അനിയനല്ലേ കേരളം ഭരിക്കുന്നത്? അത് തന്നെ സ്വഭാവം. എല്ലാ ഏകാധിപതികളും ഭീരുക്കളാണ്. ആ ശ്രേണിയിൽ അവസാനത്തെ ആളാണ് കേരള മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്റർവ്യൂ പോലും അസഹിഷ്ണുതയും ഭയവുമാണ് പ്രധാനം. ഭയമാണ് ഇവിടെ ഭരിക്കുന്നത്. പണ്ട് ബർത്തോൾ ബ്രെത്ത് ചോദിച്ചിട്ടുണ്ട്, വലിയ കവിയാണ്. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് നാടുകടത്തി. അപ്പോൾ അദ്ദേഹം ഒരു ജർമ്മൻകാരനെ കണ്ടപ്പോൾ ചോദിച്ചു, ബ്രെത്ത് എന്ന് പറയുന്ന വലിയ കവി, അത് കവിതയാണത്, നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഭയമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏകാധിപതികൾക്കെല്ലാം ഭയമാണ്. അതിൽ കൂട്ടത്തിൽ ഭയമുള്ള ഒരാളാണ് ഭീരുവായ മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് VD സതീശന് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാവിലെ എഴുന്നേറ്റാൽ നുണ പറയലാണ് സതീശന്റെ പണി. അത് ഉറങ്ങും വരെ തുടരും. 1977 ജനസംഘവും RSSും ഒന്നും ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥക്കെതിരെയായിരുന്നു പോരാട്ടമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നേമത്ത് BJP അക്കൗണ്ട് പൂട്ടിച്ചത് LDF ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കളവല്ലേ സതീശന്റെ മുഖമുദ്ര?
നുണ പറയുക. രാവിലെ എഴുന്നേറ്റൊരു നുണ, പിന്നെ വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു 9 നുണ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ജാഥയിൽ മുഴുവൻ നുണയല്ലേ പറഞ്ഞു, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ നുണയല്ലേ. RSS ഒന്നും മത്സരിക്കുന്നില്ല, അന്ന് അവരുടെ സംഘടനയായിരുന്ന ജനസംഘം മത്സരിക്കുന്നില്ല. എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനതാ പാർട്ടി ഉള്ളത്. ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനെതിരായിട്ട്, കോൺഗ്രസിൻ്റെ നിലപാടിനെതിരായിട്ട് എടുത്ത സമീപനമാണ്. RSSുമായിട്ട് BJPയുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ പാർട്ടി കോൺഗ്രസ്സാണ്. ജമായത്തെ ഇസ്ലാമിയെ എതിർത്തതുകൊണ്ടാണ് MK മുനീറിന് സീറ്റ് നൽകാതിരുന്നതെന്ന് എളമരം കരീം. ലീഗ് നേതൃത്വം തന്നെയാണ് മുനീറിനെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചത്. മുനീറിന്റെ ഇന്ത്യ വിഷൻ ചാനലിനെതിരെയും ലീഗ് നിലപാട് സ്വീകരിച്ചിരുന്നുവെന്നും എളമരം കരീം കോഴിക്കോട് പറഞ്ഞു. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്രീയമാണ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്തത്. അവർ UDFുമായി, മുസ്ലിം ലീഗുമായും UDFുമായും വളരെ യോജിപ്പോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി UDFിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ആദർശപരമായി ഐഡിയോളജിക്കലി കടുത്ത എതിർപ്പ് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് ഇപ്പോൾ മാത്രം പ്രകടിപ്പിച്ചതല്ല, നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി വരാൻ പാടില്ലെന്ന് ആരാണ് വിലക്കിയത് എന്ന് നിങ്ങളും അന്വേഷിക്കണം. അനാരോഗ്യ പ്രശ്നമൊന്നുമല്ല, അദ്ദേഹം വളരെ ആരോഗ്യവാനായിട്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. പിന്നെ വീട് ജപ്തി ചെയ്യാൻ പോയി, അതിൻ്റെ സാമ്പത്തിക പ്രയാസം യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ, മുനീറിനെ സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിച്ചതും ലീഗ് നേതൃത്വം തന്നെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്ന കാലത്ത് വിവാദപരമായ ചില വാർത്തകൾ, ചില ഇൻ്റർവ്യൂകൾ നൽകിയതിൻ്റെ ഭാഗമായി അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന യാതനകൾ, അതൊക്കെയാണ് അദ്ദേഹത്തെ സാമ്പത്തികമായി കടത്തിലൊക്കെ മുക്കാൻ ഇടയാക്കിയത്. MK മുനീറിന് സീറ്റ് നിഷേധിച്ചത് ജമായത്തെ ഇസ്ലാമി നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണെന്ന എളമരം കരീമിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി MK മുനീർ, ആരുടെയെങ്കിലും താൽപര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന പാർട്ടിയല്ല ലീഗ്. ജമായത്തെ ഇസ്ലാമി വിചാരിച്ചാൽ തന്നെ മാറ്റി നിർത്താൻ കഴിയില്ലെന്നും മുനീർ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ചാൽ എന്നെപ്പോലെയുള്ള ഒരു എത്രയോ കാലമായി പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളെ അവർ വിചാരിച്ചിട്ടാണ് മാറ്റിയത് എന്ന് പറയുന്നത്, അത് എനിക്ക് ക്ഷീണമല്ലേ, പാർട്ടിക്കും ക്ഷീണമല്ലേ. അതൊരിക്കലും പാർട്ടി അങ്ങനെ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമല്ല ലീഗ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. അല്ല, അവർക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച വഴി തിരിച്ചുവിടണം. വേറൊരു ഘടകവും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ കഥകൾ മെനയുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഗുരുവായൂർ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ വർഗീയ പരാമർശത്തിൽ എന്ത് നടപടിയെടുത്തെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി. മാതൃക പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയുള്ള ഇത്തരം പരാമർശങ്ങളിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നും ആരാഞ്ഞു. മാതൃകാ പെരുമാറ്റച്ചട്ടം എന്തിനാണ് എന്ന ചോദ്യവും ഹൈക്കോടതി ഉയർത്തി. പ്രാഥമിക നടപടി ആരംഭിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. 2 മാസത്തിനകം നടപടി പൂർത്തിയാക്കാൻ കോടതി നിർദ്ദേശം നൽകി. പരാമർശത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ കോടതിയിൽ ഉറപ്പ് നൽകി. B ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശം നാടിനെ മതവിദ്വേഷത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമെന്ന് മുഖ്യമന്ത്രി. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മത്സരിക്കാനും ജയിക്കാനും പറ്റൂ എന്ന് കരുതുന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ നാടിനെയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളതുപോലെ അവര മതവിദ്വേഷത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. എത്ര തെറ്റായ നിലപാടാണ്! എങ്ങനെയാണ് അത്തരമൊരു പ്രസ്താവന നടത്താൻ കഴിയുന്നത്? BJPക്കാകാം, കാരണം RSSന്റെ നേതൃത്വം അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മുടെ നാട് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമേ മത്സരിക്കാനും ജയിക്കാനും പറ്റൂ എന്ന നില സ്വീകരിക്കുന്നത് അങ്ങേയറ്റം വിഘടനവാദമാണ്.
വികാരാതീതനായി തളിപ്പറമ്പ് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി കൊയ്യം ജനാർദ്ദനൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചതിനാലാണ്. ടി.കെ. ഗോവിന്ദൻ യു.ഡി.എഫിനൊപ്പം ഉണ്ടാകുമെന്നതിന് എന്തുറപ്പാണുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. 60 വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും താൻ ഒന്നും നേടിയിട്ടില്ലെന്നും നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തകരെ ചതിക്കുകയാണെന്നും അദ്ദേഹം വികാരാധീനനായി പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ CPM പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് വന്ന ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർക്ക് സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ നോമിനേഷൻ നൽകിയിട്ടുള്ളത്. 60 വർഷം ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾ ആ പാർട്ടിയിൽ നിന്നും ഇവിടെ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ പുറത്തേക്ക് വന്ന് UDFന്റെ പിന്തുണ തേടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. 60 വർഷം വർക്ക് ചെയ്ത അല്ലെങ്കിൽ പണിയെടുത്ത ഒരു പാർട്ടിയോട് കാണിക്കാത്തൊരു കൂറ് 2 ആഴ്ച കേവലം 15 ദിവസം മാത്രം ബന്ധമുള്ള UDFൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചാൽ ഈ UDFൽ നിൽക്കും എന്നുള്ള ഉറപ്പ് എന്താണ് ഗോവിന്ദൻ മാസ്റ്ററുടെ കാര്യത്തിലുള്ളത്? ഇവിടെ കൊടും ചതി നടക്കുകയാണ്. UDFന്റെ പ്രവർത്തകന്മാരോട് ആത്മാർത്ഥതയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ചതിക്കുകയാണ് നമ്മുടെ പാർട്ടി നേതാക്കന്മാർ. പാവപ്പെട്ട യൂത്ത് ലീഗിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ആളുകൾ രാവും പകലും പണിയെടുക്കുന്ന ആളുകളെ 60 വർഷമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു CPM നേതാവ്. ആ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭീഷണിയും ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വം നൽകിയ ഗുണ്ടകളുടെ അക്രമം സഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ, ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരൻ ഗോവിന്ദൻ മാസ്റ്റർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും? കേന്ദ്ര സർക്കാരിന്റെ പല വികസന പദ്ധതികളും ഹരിപ്പാട് മണ്ഡലത്തിൽ നടപ്പായിട്ടില്ലെന്ന് NDA സ്ഥാനാർത്ഥി സന്ദീപ് വചസ്പതി. കേരള സർക്കാരും ഒന്നും ചെയ്തിട്ടില്ല. ഇതിനെതിരെയുള്ള വിലയിരുത്തലുമായി ഈ തെരഞ്ഞെടുപ്പ് മാറും. മണ്ഡലത്തിൽ NDAക്ക് വലിയ വിജയപ്രതീക്ഷയാണുള്ളതെന്നും സന്ദീപ് വചസ്പതി അമൃത ന്യൂസിനോട് പറഞ്ഞു. ഹരിപ്പാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സന്ദീപ് വചസ്പതിയാണ് ഇപ്പോൾ അമൃത ന്യൂസിനൊപ്പം ചേരുന്നത്. ചേട്ടാ, എങ്ങനെയാണ് പ്രവർത്തനം? ഇപ്പോൾ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ. വിജയപ്രതീക്ഷ എങ്ങനെയാണ്? വലിയ ശുഭപ്രതീക്ഷയിലാണ് മുഴുവൻ ജനങ്ങളും സ്ഥാനാർത്ഥിയും പ്രവർത്തകരും എല്ലാവരും. കാരണം ഹരിപ്പാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അട്ടിമറിയാണ് ഇത്തവണ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഹരിപ്പാട് നിലവിലുള്ള MLAക്കെതിരായ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തെ ഭരണവിരുദ്ധ വികാരവും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഎഫിഷ്യൻസിയും ഇവിടെ ഹരിപ്പാടിന് അടിസ്ഥാനപരമായ നിരവധി വിഷയങ്ങളുടെ അഭാവവും ഒക്കെയായിട്ട് വലിയ ജനവികാരം MLAക്കെതിരെയുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു വികാരമാണ് ഇപ്പോൾ മണ്ഡലത്തിലുള്ളത്. കാരണം BJPയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ ഫൈറ്റ് നടത്തുന്ന അപൂർവ മണ്ഡലങ്ങളിൽ ഒരെണ്ണം കൂടിയാണ് ഹരിപ്പാട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ ശുഭപ്രതീക്ഷയിലാണ്. എന്തായാലും ഇത്തവണ ഹരിപ്പാട് പുതിയൊരു ചരിത്രമായിരിക്കും കുറിക്കാൻ പോകുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, ജില്ലയിൽ ഉൾപ്പെടെ, ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ. അത് ഈ ഒരു ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലും സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം ജനങ്ങൾ ഇപ്പോൾ തദ്ദേശമായാലും ലോകസഭയായാലും നിയമസഭയായാലും വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണല്ലോ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് 3 ആയിട്ടുള്ളത്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ജീവൽ പ്രശ്നങ്ങളോട് ആരാണ് കൃത്യമായി ഇടപെടുന്നത്, അവർക്കാരാണ് സഹായം ചെയ്തത്, ഇതൊക്കെയാണല്ലോ അടിസ്ഥാനപരമായ വിഷയങ്ങൾ. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, 1 വർഷമല്ലേ ആയിട്ടുള്ളൂ, 1.5 വർഷമായിട്ടുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇവിടെ 48,000 അടുത്ത് വോട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഇവിടെ കോൺഗ്രസിനെതിരെ വലിയൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽപ്പുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉറപ്പായും വോട്ടായി മാറുമെന്ന പ്രതീക്ഷ തന്നെയാണ്. അങ്ങനെ ആകണമല്ലോ. കാരണം അല്ലാതെ സംസ്ഥാന സർക്കാരിനെ കൊണ്ടോ ഈ MLA കൊണ്ടോ കാര്യം നടക്കില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. കാര്യം നടക്കണമെങ്കിൽ പുതിയ തലമുറ വരണം, കേന്ദ്ര സർക്കാർ ഉണ്ടാകും. നരേന്ദ്രമോദി സർക്കാർ മുൻപോട്ടേക്ക് വെക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് മാത്രമേ ഇവിടെ പറ്റുകയുള്ളൂ. കാരണം എത്രയേറെ പദ്ധതികളാണ്. ഇപ്പോൾ 70 വയസ്സ് തികഞ്ഞവർക്കുള്ള വയോവന്ദൻ പദ്ധതി, ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല. ജൽജീവൻ മിഷൻ, എനിക്ക് തോന്നുന്നു ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് കുടിവെള്ള പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നത്തിന് ഏറ്റവും സഹായകരമാകാവുന്ന ഒരു പദ്ധതിയായിരുന്നു ജൽജീവൻ മിഷൻ. അത് പല പഞ്ചായത്തുകളും അട്ടിമറിച്ചിരിക്കുന്നു. ഇനി ഇവർ കൊണ്ടുവരാൻ തുടങ്ങിയ ഒരു കുടിവെള്ള പദ്ധതിയുണ്ട്, അത് മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ 15 വർഷമായി. അപ്പോൾ ഇങ്ങനെ തീരദേശത്തിൻ്റെ പ്രശ്നങ്ങൾ വേറെ, ഇങ്ങനെ നിരവധി അടിസ്ഥാന വിഷയങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. അതൊക്കെ സാധ്യമാകണമെങ്കിൽ തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിലുണ്ടാകണം. ഹരിപ്പാടും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കൂടി നടപ്പാക്കാൻ പറ്റുന്ന ഒരു ഭരണ നേതൃത്വമാണ് ഉണ്ടാകേണ്ടത്. എല്ലാവിധ അഭിനന്ദനങ്ങളും. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഹരിപ്പാട് മണ്ഡലം ചർച്ച ചെയ്യും. അതുവഴി
ഒരു NDAയുടെ സാരഥി ഈ മണ്ഡലത്തിൽ വിജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് മണ്ഡലത്തിലെ NDA പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. ഹരിപ്പാട് നിന്നും ആദർശിനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. ഇടത് കോട്ട എന്നറിയപ്പെടുന്ന നാദാപുരത്ത് ഇത്തവണ അട്ടിമറി വിജയം പ്രതീക്ഷിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അഭിജിത്ത് പ്രചാരണം നടത്തുന്നത്. ക്യാമ്പസുകളെയും യുവത്വത്തെയും ആകർഷിക്കുന്ന പ്രചാരണമാണ് അഭിജിത്ത് നടത്തുന്നത്. MM രാകേഷ് നാദാപുരത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്നോടൊപ്പം ഉള്ളത് നാദാപുരത്തെ UDF സ്ഥാനാർത്ഥി KM അഭിജിത്താണ്. അഭിജിത്ത്, എങ്ങനെയുണ്ട്? നല്ല ചൂടാണ്, ഒപ്പം തന്നെ ക്യാമ്പസുകളൊക്കെ അടയ്ക്കുന്നൊരു സമയം കൂടെയാണ്. അല്ല, പരമാവധി ആളുകൾ ഏറ്റവും നമ്മളെ സംബന്ധിച്ച് ഒരു ഏപ്രിൽ 20 കൂടിയാണ് ഇലക്ഷൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായ ഏപ്രിൽ 9 ഇലക്ഷൻ വന്നിരിക്കുന്നു. ഒരൊറ്റയടിക്ക് 10-12 ദിവസക്കാലം നഷ്ടമായിരിക്കുന്നു. അപ്പോൾ ആ ചുരുങ്ങിയ സമയമേ സ്ഥാനാർത്ഥി നിരയിൽ ലഭിച്ചിട്ടുള്ളൂ. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണെങ്കിൽ വെയിലുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ചുരുങ്ങിയ സമയത്ത് ഏറ്റവും ഫലപ്രദമായി വെയിലും ഇലക്ഷൻ ചൂടിനിടയിൽ മറ്റ് ചൂടൊന്നും ഒരു ചൂടല്ലാത്ത അവസ്ഥയാണല്ലോ. കോളേജിൽ വരുന്ന ആളുകളെ നേരിൽ കണ്ട് അവരുടെ വീട്ടുകാരോടും കുടുംബക്കാരോടും നാട്ടുകാരോടുമുള്ള വോട്ടഭ്യർത്ഥന അവരിലൂടെ നടത്താനാണ് സമയം കണ്ടെത്തുന്നത്. അതിനുള്ള ഓട്ടപ്രദർശനത്തിലുമാണ്. 5.5 പതിറ്റാണ്ടായിട്ടുള്ള ഇടത് കോട്ട എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്താണ് നാദാപുരത്തിൻ്റെ നിലവിലെ ഒരു ട്രെൻഡ്? എന്താണ് നാദാപുരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം തുടങ്ങി ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ടിലേറെയായി കോഴിക്കോടിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ സ്വാഭാവികമായിട്ട് ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായ ഘട്ടം ഈ ക്യാമ്പസിൽ നിന്നുൾപ്പെടെ UC-മാർ വന്ന് വോട്ട് ചെയ്താണ് ഞാൻ വിജയിച്ചത്. അപ്പോൾ ആ ഒരു 10-15 വർഷക്കാലം മുൻപ് തന്നെയുള്ള ആ ബന്ധം തുടരുന്നുണ്ട്. എല്ലാ ഇടങ്ങളുമായുള്ള ബന്ധം അതേപോലെ തുടരുന്ന നാടാണ് നാദാപുരവും. ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കടന്നു വന്നപ്പോൾ വലിയ സ്വീകാര്യതയാണ് എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾ നൽകുന്ന. കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഇവിടുത്തെ ഓരോ മനുഷ്യരും നൽകുന്ന പിന്തുണ, സ്നേഹം, അത് തന്നെയാണ് വലിയൊരു വിജയപ്രതീക്ഷയെ കാണുന്നത്. നാദാപുരത്ത് എന്താണ് ഇല്ലാത്തത് എന്നുള്ളതാണ്. നാദാപുരത്ത് എന്താണ് ഉള്ളത് എന്നതാവണം ആദ്യത്തെ മറുപടി. നാദാപുരത്ത് എന്തുണ്ട്? ഇവിടെ നിന്ന് മന്ത്രിമാർ കടന്നു പോയിട്ടില്ലേ? ഇവിടെ നിന്ന് ഉന്നതരായ നേതാക്കൾ കടന്നു പോയിട്ടില്ലേ? MLA-മാരെ വിജയിച്ച്. ഞാൻ ചോദിക്കുന്നു, 5.5 പതിറ്റാണ്ടായി ഒരേ കക്ഷി ഇവിടെ നിന്ന് MLA തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ട്? നാദാപുരത്തിൻ്റെ വിദ്യാഭ്യാസം പുറകോട്ടാണ്, നാദാപുരത്തെ കാർഷിക വൃദ്ധി പുറകോട്ടാണ്, ക്ഷേമ പദ്ധതികളില്ലാതെ ഈ നാട്ടിലെ പ്രവാസികളെ വേട്ടയാടുന്ന അവസ്ഥയാണ്, ഇവിടുത്തെ വിലങ്ങാട് ദുരന്തത്തിൽ പോലും മുഖംതിരിച്ച സർക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണണം. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെടുത്തി തൊട്ടടുത്ത സ്ഥാനാർത്ഥിയെ അത്തരത്തിലുള്ള ഒരു പരാമർശമൊക്കെ തന്നെ അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെ നടത്തുന്നൊരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇല്ല. നോമിനിയാണ് എന്നുള്ളൊരു പരാമർശം ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണ് എന്നുള്ള രൂപത്തിൽ അഹമ്മദ് ദേവർകോവിൽ ഫാത്തിമ തഹ്ലിയെ കുറിച്ച്. ഞാൻ നോക്കൂ, നിങ്ങൾ കേരളത്തിൽ RSSനെയും BJPയെയും നാണിപ്പിക്കുന്ന വർഗീയത പറയുന്ന ആളുകളായി കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM മാറുകയല്ലേ. കഴിഞ്ഞൊരു മാസക്കാലം മുൻപാണ് കാസർഗോഡ് പോയി കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു ക്യാബിനറ്റ് മന്ത്രി കാസർഗോഡ് മലപ്പുറത്തും ജയിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ കേരളത്തിൽ ധ്രുവീകരണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാരാ? ഈ ക്യാബിനറ്റ് മന്ത്രിയാണ്. ഈ പിണറായി വിജയൻ്റെ നാവായിട്ടുള്ള AK ബാലനാണ്. ഈ നാട്ടിൽ UDF അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ ആഭ്യന്തരം ആര് ഭരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ രീതിയിൽ ഉളുപ്പും ലജ്ജയുമില്ലാതെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തങ്ങളുടെ ഉള്ളിലുള്ള തനി വർഗീയവാദത്തെ പുറത്തു കൊണ്ടുവരുന്ന ആളുകളായി LDFിലെയും CPMലെയും ആളുകൾ മാറുന്നു. അതുകൊണ്ട് അവരത്തരം പരാമർശങ്ങൾ നടത്തും, അത്തരം ജൽപ്പനങ്ങൾ നടത്തും. പക്ഷേ ആ ജൽപ്പനങ്ങളെയെല്ലാം ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയും. ഏതായാലും നാദാപുരത്ത് ഒരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അഭിജിത്ത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുകയാണ്. ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് അധികാരത്തിൽ കയറുമെന്ന EMSന്റെ നയമാണ് പിണറായി വിജയൻ എന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. BJPക്ക് പാർലമെന്റ് അംഗത്തെ നൽകിയത് CPM ആണ്. വേങ്ങര, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ CPM SDPI സഹകരണമുണ്ട്. പ്രതിഭയ്ക്കെതിരെയുള്ള പരാമർശം തെറ്റായിപ്പോയെന്ന് ആദ്യം പറഞ്ഞത് ലീഗാണ്. മുസ്ലിം ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുവെന്നും PMA സലാം തൊടുപുഴയിൽ പറഞ്ഞു. പണ്ട് EMS പറഞ്ഞ പോലെ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടെങ്കിലും അധികാരത്തിലെത്തുക, ആ നയമാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടാക്കി കൊടുത്തു. BJPക്കെതിരെയുള്ള സകലമാന കേസുകളും ഇല്ലാതാക്കി. സഖാവ് പിണറായി വിജയൻ ആദ്യം നിയമസഭയിലെത്തിയത് ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. എല്ലാവർക്കും അറിയുന്ന ചരിത്രം. അവിടെ മുതൽ ഇങ്ങോട്ട് ദീർഘകാലം അവസരത്തിനനുസരിച്ച് സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ SDPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തിയാണ് ഇത്തവണ LDFിന്റെ സ്ഥാനാർത്ഥി വേങ്ങര മണ്ഡലത്തിൽ. അതുപോലെ തന്നെ ചുരുങ്ങിയ വോട്ടുകൾക്ക് ജയിക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ്? ന്യൂനപക്ഷ മതേതര വോട്ടുകൾ എത്രത്തോളം ഭിന്നിപ്പിക്കാൻ കഴിയുമോ. അവിടെ ഭിന്നിപ്പിച്ചാൽ 2ാം സ്ഥാനത്ത് BJP ആണ്. CPM ഗുണമില്ല.
സോപാന സംഗീത കലാകാരൻ ഞരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ ചേർന്നു. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് ഹരിഗോവിന്ദൻ അംഗത്വം സ്വീകരിച്ചു. ലീഗിൽ ചേരാനുള്ള തീരുമാനം സ്വയം എടുത്തതാണെന്നും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുമ്പ് അംഗത്വം എടുത്താൽ അത് സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് വൈകിയതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സഹകരണ വകുപ്പിൽ 700 കോടിയുടെ അഴിമതിക്ക് നീക്കം നടക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സഹകരണ സംഘങ്ങൾക്കായി പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന പദ്ധതിയിൽ അഴിമതിയുണ്ട് എന്നാണ് ആരോപണം. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കായുള്ള പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനുള്ള പദ്ധതി അതിന്റെ 4 ഇരട്ടിക്കുമേൽ തുകയ്ക്ക് ദിനേശ് ബി.ഡി. കമ്പനിക്ക് കൈമാറുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ടാറ്റ കൺസൾട്ടൻസിക്ക് ആദ്യം നൽകിയ കരാർ സർക്കാർ റദ്ദാക്കിയെന്നും പുതുക്കിയ നിബന്ധനകൾ ഉൾപ്പെടുത്തി വീണ്ടും ടെൻഡർ വിളിച്ച് ദിനേശ് ബി.ഡി. കമ്പനിക്ക് നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. ഇതുവഴി ഏകദേശം 700 കോടി രൂപയുടെ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. ദിനേശ് ബി.ഡി. സഹകരണ സംഘം നൽകിയ 280 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ നൽകാനുള്ള 58 കോടി രൂപയുടെ ബിഡാണ് ഇപ്പോൾ സർക്കാർ അവാർഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇതനുസരിച്ച് 4415 പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുമ്പോൾ 914 കോടി രൂപയോളം ചെലവ് വരും. 206 കോടി രൂപയ്ക്ക് സോഫ്റ്റ്വെയർ ഭീമനായ TCS 4415 സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കാമേറ്റ പദ്ധതിയാണ്. അതിൻ്റെ 4 ഇരട്ടി തുകയ്ക്ക് ഈ രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ദിനേശ് ബി.ഡി. സഹകരണ സംഘത്തിന് കൈമാറുന്നത്. അതായത് ഈ പദ്ധതി നടപ്പാക്കി കഴിയുമ്പോൾ കേരള സംസ്ഥാനത്തെ ഖജനാവിൽ നിന്ന് 700 കോടിയിൽ പരം നഷ്ടം ഉണ്ടാകാൻ പോകുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടുകൂടിയാണ് സർക്കാരിന് ദിനേശ് ബി.ഡി. കമ്പനിക്ക് അനുമതി നൽകാൻ സാധിക്കാത്തത്. നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി വാങ്ങി പദ്ധതി നടപ്പിലാക്കാനാണ് ശ്രമമെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ടെൻഡർ റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദേവികുളം മണ്ഡലം ഇത്തവണ ശ്രദ്ധാകേന്ദ്രമാകുന്നത് മുൻ CPM നേതാവും MLAയുമായിരുന്ന S. രാജേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ്. NDA സ്ഥാനാർത്ഥിയായ രാജേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ മണ്ഡലത്തിൽ നിർണായകമാകും. ദേവികുളത്ത് LDFിന് വേണ്ടി സിറ്റിംഗ് MLA A. രാജ, UDFിന് വേണ്ടി പുതുമുഖം F. രാജ, NDAയ്ക്ക് വേണ്ടി മുൻപ് 3 തവണ LDFിൻ്റെ MLA ആയിരുന്ന S. രാജേന്ദ്രൻ. അങ്ങനെ ദേവികുളത്തെ മത്സരം രാജകീയമാണ്. 3 തവണ LDF MLA ആയിരുന്ന S. രാജേന്ദ്രൻ ഇത്തവണ NDA സ്ഥാനാർത്ഥിയാണ്. തമിഴ് തോട്ടം തൊഴിലാളികൾക്കിടയിൽ രാജേന്ദ്രന് നിർണായക സ്വാധീനമുണ്ട്. ഇത് വോട്ടായി മാറിയാൽ ഇടത് വലത് മുന്നണികൾക്ക് ഭീഷണിയാകും. രാജേന്ദ്രൻ മത്സരരംഗത്തുള്ളത് തങ്ങളെ ബാധിക്കില്ലെന്നാണ് LDF നേതൃത്വം പറയുന്നത്. അവർ നേരത്തെ തന്നെ BJP ആയി കച്ചവടം ഉറപ്പിച്ചു വച്ചേക്കുമായിരുന്നു. ഇത് പാർട്ടിക്ക് മനസ്സിലായി. ഞങ്ങൾ 3 വർഷം മുമ്പ് ഞങ്ങളുടെ ആളുകൾ പോകാതിരിക്കാനുള്ള പണി ഞങ്ങൾ താഴെ എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. LDF എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിൽ രാജേന്ദ്രൻ ഒരു ഫാക്ടറി അല്ല. രാജേന്ദ്രൻ ഈ തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകില്ലെന്ന വിശ്വാസത്തിലാണ് UDFും. UDFിൻ്റെ വോട്ടുകൾ ഒന്നും എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, ബാധിക്കില്ല. കാരണം UDFിനെ അങ്ങനെ പോയി വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല. തന്റെ 40 വർഷത്തെ പൊതുപ്രവർത്തനവും ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഇടപെടലും തുണയാകുമെന്ന് S. രാജേന്ദ്രൻ പറയുന്നു. 15 വർഷക്കാലം MLA ആണ്, 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്തിലാണ്, 40 വർഷക്കാല പൊതുജീവിതമാണ്. അതിൻ്റെ നിലവാരം വച്ച് മനസ്സിലാക്കിയാൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരി സേവനമാണ്. 3 മുന്നണി സ്ഥാനാർത്ഥികളും തമിഴ് വംശജരാണ്. തമിഴ് തോട്ടം തൊഴിലാളികൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ കരുത്ത് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് 2 രാജാമാരും രാജേന്ദ്രനും. അമൃത ന്യൂസ്, ഇടുക്കി. ശക്തമായ ത്രികോണ പോരാട്ടമാണ് ഇക്കുറി തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ. ആസൂത്രണ രംഗത്തെ വൈദഗ്ധ്യവും അനുഭവ സംഭവത്തുമുള്ള UDFിന്റെ CP ജോണിനെയാണോ, മണ്ഡലത്തിലെ സുപരിചിതനായ BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനെയാണോ, ജനപ്രിയ താരമായ LDF സ്വതന്ത്രൻ സുധീർ കരമനയാണോ വോട്ടർമാർ ചേർത്ത് നിർത്തുക എന്നത് പ്രവചനാതീതം. സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭരണസിരാ കേന്ദ്രം കൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ. UDF ആണ് ഇവിടെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പക്ഷേ ഘടകകക്ഷിയായ CP ജോണിന് മണ്ഡലം വിട്ടു നൽകിയതിൽ കടുത്ത എതിർപ്പ് പരസ്യമാക്കി കോൺഗ്രസ് രംഗത്ത് വന്നതിലൂടെ ആദ്യമേ ശ്രദ്ധാകേന്ദ്രമായി. തുടർന്ന് ആന്റണി രാജുവിനായി CPMും
വിമതരെ ലക്ഷ്യമിട്ട് BJPയും സീറ്റ് ഒഴിച്ചിട്ട് കാത്തിരുന്നതും മറ്റൊരു കൗതുകമായി. LDFും NDAയും ഏറ്റവും ഒടുവിലായി മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും 3 പേരും കളം നിറഞ്ഞ് പോരാടുകയാണ്. ഇത്തവണ ഉറച്ച സീറ്റ് CP ജോണിന് നൽകണമെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രത്യേക താൽപര്യമാണ് പ്രാദേശിക എതിർപ്പ് പോലും തള്ളി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. സാമ്പത്തിക രംഗത്തെ വൈദഗ്ധ്യവും അനുഭവ സമ്പത്തും ഉയർത്തിക്കാട്ടി തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിനായുള്ള വ്യക്തമായ പദ്ധതികളാണ് വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. തീരദേശ വോട്ടുകൾ ഏറെ നിർണായകമാകുന്ന മണ്ഡലത്തിൽ സാമുദായിക പിന്തുണ ഉറപ്പിക്കുകയാണ് CP ജോൺ. എന്നാൽ മണ്ഡലത്തിൽ സുപരിചിതനായ കരമന ജയനിലൂടെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് NDA ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രിയുടെ വികസന നയങ്ങളും നഗരത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനവും മുൻനിർത്തിയാണ് വോട്ട് തേടുന്നത്. ചലച്ചിത്ര താരമെന്ന നിലയിൽ ജനങ്ങൾക്ക് സുപരിചിതനാണ് സുധീർ കരമന. സിറ്റിംഗ് മണ്ഡലം നിലനിർത്താൻ യുവാക്കളുടെയും കലാസാംസ്കാരിക പ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF. പ്രചാരണ രംഗത്തെ ആന്റണി രാജുവിന്റെ അസാന്നിധ്യം ചർച്ചയായെങ്കിലും വോട്ടർമാരെ അതൊന്നും ബാധിക്കില്ല എന്നാണ് കണക്കുകൂട്ടൽ. BJPയുടെ പടിപടിയായുള്ള വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. നിലവിൽ കോർപ്പറേഷനിലെ ഈ മണ്ഡലം സ്ഥിതി ചെയ്യുന്ന 25 വാർഡുകളിൽ 13ഉം BJP കൗൺസിലർമാരാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ 31% വോട്ടുകളാണ് BJP സമാഹരിച്ചത്. നഗരത്തിലെ ഡ്രെയിനേജ് പ്രശ്നങ്ങളും കുടിവെള്ള ലഭ്യതയും സ്മാർട്ട് സിറ്റി പദ്ധതിയും വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ്. വിഴിഞ്ഞം തുറമുഖവും തീരദേശ പ്രശ്നങ്ങളും വോട്ടിന്റെ ഗതിയെ ബാധിക്കുമെന്നതിലും തർക്കമില്ല. അടിയൊഴുക്കുകൾ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാവുന്ന മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതം തന്നെയാണ്. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. വർക്കലയിൽ ജോയിക്ക് ഇത് 3ാം അംഗമാണ്. 3ാം മത്സരത്തിൽ മിന്നുന്ന വിജയം നേടുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷ. എബി ജോൺ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വർക്കല നിയോജക മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് വർക്കല. ഇവിടെ ഇത്തവണ 3ാം അംഗത്തിന് ഇറങ്ങുകയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA ആയിട്ടുള്ള ജോയി. 3ാം തവണയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. 3ാം തവണ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ? നമുക്ക് ജനങ്ങൾ നമ്മളെ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾക്ക് അനുഭവേദ്യമാണ്. അതിന്റെ തന്നെ പശ്ചാത്തലത്തിലാണ് ഞാൻ വളരെ സംതൃപ്തിയോടെ ഇവരോട് വോട്ട് ചോദിക്കുന്നത്. ആ നിലയിൽ ജനങ്ങളും തിരിച്ച് അവരുടെ പ്രതികരണം വളരെ അനുകൂലമാണ്. കഴിഞ്ഞ തവണ 17,000 ചില്ലുവാൻ വോട്ടിന് ജയിച്ചു. അതിനു മുമ്പ് അതിനേക്കാൾ കുറവായിരുന്നു. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം വലിയ രീതിയിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ എന്താ ഒരു പ്രതീക്ഷ? അല്ല, കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം നമുക്ക് കുറവ് വരാത്ത നിലയിൽ ഉള്ള ഒരു മെജോറിറ്റിയിൽ ജയിക്കണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ കാണുന്നത്. CPM ഭരണസമിതിക്ക് കീഴിലുള്ള അടൂർ സർവീസ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്ന് ബാങ്ക് പ്രസിഡന്റ് പൊൻതാമരപ്പിള്ളയുടെ ആരോപണങ്ങൾ തള്ളി പാർട്ടി നേതൃത്വവും മുൻ പ്രസിഡന്റും രംഗത്ത്. ബാങ്കിൽ യാതൊരുവിധ സാമ്പത്തിക അഴിമതിയും നടന്നിട്ടില്ലെന്നും താൽക്കാലിക ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് നിലവിലെ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ വെളിപ്പെടുത്തലുകളെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഇത് സംബന്ധിച്ച് പാർട്ടി പരിശോധന നടത്തുമെന്നും പറഞ്ഞ നേതൃത്വം അഴിമതി ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയില്ല. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു, അടൂർ ഏരിയ സെക്രട്ടറി മനോജ്, ആരോപണ വിധേയനായ മുൻ ബാങ്ക് പ്രസിഡന്റ് രവീന്ദ്രൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. മലപ്പുറത്ത് മന്ത്രവാദത്തിന്റെ മറവിൽ 14-കാരനെ പീഡിപ്പിച്ചയാൾക്ക് 17 വർഷം തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വളാഞ്ചേരി സ്വദേശിയായ സൈനുൽ ആബിദീനെ മഞ്ചേരി ഫസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷിച്ചത്. 2016 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ 14-കാരൻ പീഡിപ്പിക്കപ്പെട്ടത്. 14-കാരന്റെ സഹോദരിക്ക് കുട്ടികൾ ഉണ്ടാകാത്ത പ്രശ്നം മനസ്സിലാക്കിയാണ് സൈനുൽ ആബിദീൻ 14-കാരനെ ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. വിവാഹിതനായ പുരുഷൻ പ്രായപൂർത്തിയായ മറ്റൊരു സ്ത്രീക്കൊപ്പം ജീവിക്കുന്നത് കുറ്റകരമല്ലെന്ന് അലഹാബാദ് ഹൈക്കോടതി. വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹിക ധാർമ്മികതയും രണ്ടാണെന്ന് വ്യക്തമാക്കിയാണ് കോടതിയുടെ ഉത്തരവ്. ഷാജഹാൻപൂർ സ്വദേശികളായ യുവതിയും വിവാഹിതനായ യുവാവും നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണം. നിയമവും ധാർമ്മികതയും രണ്ടാണെന്ന് പറഞ്ഞ ഹൈക്കോടതി വിവാഹിതനായ പുരുഷൻ പ്രായപൂർത്തിയായ മറ്റൊരു സ്ത്രീയുമായി സമ്മതത്തോടെ താമസിക്കുന്നത് ഏതെങ്കിലും ക്രിമിനൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ലെന്നും വ്യക്തമാക്കി.
രാജ്യത്ത് ഇന്ധനവില വർധനവ് നേരിടാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചു. പെട്രോളിന്റെ എക്സൈസ് തീരുവ 10 രൂപ കുറച്ചു. ഇതിലൂടെ വിപണിയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില പിടിച്ചു നിർത്താനാകുമെന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ധനവില ഉയരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചത് ഇന്ധന കമ്പനികൾക്ക് ആശ്വാസമാകും. പെട്രോളിന് ലിറ്ററിന് 13 നിന്ന് 3 രൂപയായി കുറച്ചു. ഡീസലിന്റെ എക്സൈസ് തീരുവ പൂർണ്ണമായും ഒഴിവാക്കി. കേന്ദ്ര സർക്കാർ നടപടിയിലൂടെ രാജ്യത്ത് ഇന്ധനവില പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി എക്സിൽ കുറിച്ചു. ഒരു മാസത്തിനിടെ ക്രൂഡ് ഓയിൽ വില $70 നിന്ന് $122 ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് ഇന്ധന വില വർധനവുണ്ടാകരുതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും ഇന്ധനക്ഷാമം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. जनता के ऊपर ये कष्ट भी ना हो, किल्लत ना हो पेट्रोल और डीजल का और एलपीजी का भी. माननीय प्रधानमंत्री जी ने ये चाहा कि कंज्यूमर का प्राइस बढ़ना नहीं है. കൂടുതൽ സ്വകാര്യ എണ്ണ കമ്പനികൾ ഇന്ധനവില കൂട്ടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ നടപടി. ഇന്നലെ നയാര കമ്പനി പെട്രോൾ ഡീസൽ വില കൂട്ടിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ LPGയുമായി ജഗ്വസന്ത് ടാങ്കർ ഇന്ത്യയിലെത്തി. ഗുജറാത്ത് തീരത്താണ് ടാങ്കർ എത്തിയത്. കപ്പലിൽ 42,000 മെട്രിക് ടൺ LPGയാണുള്ളത്. യുദ്ധം മൂലം ആഴ്ചകളോളം ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്ന കപ്പൽ പ്രത്യേക നയതന്ത്ര നീക്കങ്ങളിലൂടെയും ഇന്ത്യൻ നാവികസേനയുടെ സഹായത്തോടെയുമാണ് തീരമണഞ്ഞത്. കപ്പലിൽ നിന്ന് LPG മറ്റ് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റുന്ന മിഡ് സീ ട്രാൻസ്ഫർ നടപടികൾ ഉടൻ ആരംഭിക്കും. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ചാർട്ടർ ചെയ്ത ഈ കപ്പൽ ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പാണ് കുവൈറ്റിൽ നിന്ന് ചരക്ക് കയറ്റിയത്. ജഗ്വസന്തിനൊപ്പം പുറപ്പെട്ട പൈൻ ഗ്യാസ് എന്ന മറ്റൊരു കപ്പൽ ഇന്ന് മംഗളൂരു തുറമുഖത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാൻ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കെതിരായ ആക്രമണം 10 ദിവസത്തേക്ക് നിർത്തിവെക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായുള്ള ചർച്ചകൾ വളരെ നന്നായി നടക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഗവൺമെന്റ് അഭ്യർത്ഥന പ്രകാരം 2026 ഏപ്രിൽ 6 വരെ ഊർജ്ജ പ്ലാന്റ് നശിപ്പിക്കുന്നത് താൽക്കാലികമായി നിർത്തുന്നുവെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വലിയ ആശ്വാസം പകരുന്ന ഈ നീക്കം സമാധാന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന സൂചന നൽകുന്നു. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജ വാർത്താമാധ്യമങ്ങളും മറ്റുള്ളവരും തെറ്റായ പ്രസ്താവനകൾ നടത്തിയിട്ടും അവ വളരെ നന്നായി നടക്കുന്നുണ്ടെന്നും വിശദീകരിക്കുന്നു. ഇറാന്റെ പ്രധാന എണ്ണ കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ US സൈന്യത്തെ അയക്കുമെന്നും ഹോർമൂസ് പിടിച്ചെടുക്കുന്നതിനായി US മറീനുകളെ ഇറക്കുന്നതായും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കടലിൽ യുദ്ധം ചെയ്യാൻ പ്രത്യേക വൈദഗ്ധ്യം നേടിയ സംഘമാണിത്. ഹോർമൂസ് തുറക്കാൻ 48 മണിക്കൂർ സമയമെന്ന അന്ത്യശാസനം ഇറാന് നൽകിയതിന് പിന്നാലെയാണ് ട്രംപ് അപ്രതീക്ഷിതമായി ആക്രമണത്തിന് ഇടവേള പ്രഖ്യാപിച്ചത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഏപ്രിൽ 6 വരെ ആക്രമണം നടത്തില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. നേരത്തെ 5 ദിവസമായിരുന്നു ആക്രമണത്തിന് ഇടവേള നൽകിയിരുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷമുറുകുന്നതിനിടെ റഷ്യ ഇറാനിലേക്ക് ഡ്രോണുകൾ അയക്കുന്നതായി മാധ്യമ വാർത്തകൾ പുറത്തുവന്നു. ഇതിനു പുറമെ ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും ഇന്റലിജൻസ് വിവരങ്ങളും റഷ്യ ഇറാന് കൈമാറുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് നിഷേധിച്ചു. ഇറാനുമായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും പുറത്തുവരുന്നത് വ്യാജ വാർത്തകളാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും 10 ദിവസത്തെ ഇടവേള മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കരുത്തു പകരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിനിടെ ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ്. ചർച്ചയുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഏകപക്ഷീയ പ്രസ്താവന മാത്രമാണ് പുറത്തുവരുന്നത്. അമേരിക്ക സമർപ്പിച്ച 15 വെടിനിർത്തൽ നിർദ്ദേശം ഏകപക്ഷീയമെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ തള്ളിയതായും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തൃപ്പൂണിത്തുറ UDF സ്ഥാനാർത്ഥി ദീപക് ജോയിയുടെ പ്രചാരണ ബോർഡ് പോലീസുകാർ നശിപ്പിച്ചതായി ആരോപണം. പള്ളുരുത്തി കുമ്പളങ്ങി വഴിയിൽ മൈത്രി നഗർ ലൈനിൽ തോംസൺ എന്ന വ്യക്തിയുടെ സ്ഥലത്ത് കെട്ടിയിരുന്ന ബോർഡാണ് ഇന്നലെ രാത്രി കൺട്രോൾ റൂം ജീവനെത്തിയ 6 പോലീസുകാർ നശിപ്പിച്ചത്. ദൃശ്യങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. UDF നിയോജകമണ്ഡലം കമ്മിറ്റി കമ്മീഷണർക്ക് പരാതി നൽകി. ഉടൻ നടപടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. സുൽത്താൻ ബത്തേരി നമ്പ്യാർകുന്നിൽ മരമുറിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ യുവാവിന് വെട്ടേറ്റു. നമ്പ്യാർകുന്ന് മുക്കുപുര സുനിലിനാണ് വെട്ടേറ്റത്. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ സുനിലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവസ്ഥലത്ത് നിന്നും പ്രതി രക്ഷപ്പെട്ടു. നൂൽപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
തമിഴ്നാട് ബിദർക്കാട് പെട്രോൾ പമ്പ് ജീവനക്കാരിയുടെ ദേഹത്തു കൂടി ജീപ്പ് കയറിയിറങ്ങി. ബിദർക്കാട് സ്വദേശി സൗമ്യയ്ക്കാണ് പരിക്കേറ്റത്. സൗമ്യയെ സുൽത്താൻ ബത്തേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. വ്യക്തി അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടൻ മോഹൻലാൽ നൽകിയ ഹർജിയിൽ നടപടിയുമായി ഡൽഹി ഹൈക്കോടതി. മോഹൻലാൽ സമർപ്പിച്ച ലിങ്കുകൾ നീക്കം ചെയ്യാൻ കോടതി നിർദ്ദേശം നൽകി. വ്യക്തി അവകാശം ലംഘിച്ച എല്ലാ വീഡിയോകളും നീക്കം ചെയ്യണമെന്നായിരുന്നു മോഹൻലാലിന്റെ ഹർജിയിലെ ആവശ്യം. AI ഉപയോഗിച്ച് ശബ്ദം ക്ലോൺ ചെയ്യുന്നുവെന്നും ചിത്രങ്ങളും വീഡിയോകളും നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നുവെന്നും ഇവയെല്ലാം തന്റെ അനുവാദമില്ലാതെ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും ഹർജിയിൽ പരാമർശിച്ചിരുന്നു. കുന്നമംഗലം കോണോട്ട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാൻ കത്തി നശിച്ചു. കോണോട്ട് സ്വദേശി പ്രതീഷിന്റെ വാഹനമാണ് കത്തി നശിച്ചത്. സ്കൂൾ കുട്ടികളുമായുള്ള ട്രിപ്പ് കഴിഞ്ഞ് വാഹനം നിർത്തിയിട്ടപ്പോഴായിരുന്നു തീ പടർന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി.